മാതൃഭൂമി റോസ് ബ്രാൻഡ് കേരള ബിരിയാണി ക്യൂൻ മത്സരത്തിൽ വയനാട് ജില്ലയിൽ 2ാം സ്ഥാനം നേടിയ സുജാത ചേച്ചിയുടെ വീടാണിത്. മാതൃഭൂമി പത്രം ഇവിടെ വരുത്തിക്കുന്നുണ്ട്. മാതൃഭൂമി പത്രം കണ്ടപ്പോൾ അതിലുണ്ട് ബിരിയാണി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തൊരു മത്സരം ഉണ്ട് എന്നുള്ള. അപ്പോൾ ഞാൻ ഇത് വേഗം മോൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ മോൻ പറഞ്ഞു എന്നാൽ ഇത് പിന്നെ നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. മോനെ അത് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്താണെന്നറിയോ, അവിടെ വന്നിട്ട് മമ്മൂട്ടിക്കാനെ ഒന്ന് കാണണം. കണ്ടിട്ട് ഇത് പിന്നെ പണ്ടേയുള്ളൊരാഗ്രഹം. ഫിലിമിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് നേരിട്ടൊരാളെ കാണുക എന്ന് വെച്ചിട്ടുണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത സന്തോഷമാണ്. റോസ് ബ്രാൻഡ് അരി കൊണ്ടുള്ള ബിരിയാണി സൂപ്പറാന്ന് പറഞ്ഞു. ഇന്ന് വേറെ ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞല്ലേ. ആ അരി കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റുക? അരി കൊണ്ട് ഞാനൊരു പായസം വെച്ച് നോക്കാന്നുള്ളത്. അരിയുണ്ട്, നമ്മുടെ ബിരിയാണി അരിയുണ്ട് ചേച്ചി വെച്ച പായസമാണ്. തേങ്ങാപ്പാലും ശർക്കരയും മുന്തിരിയൊക്കെ ചേർത്ത സൂപ്പർ പായസം. എറണാകുളത്തേക്ക് പോകാനും അവിടെ മമ്മൂട്ടിക്കാനെ കാണാനും എല്ലാം ഒരു സാഹചര്യം ഒരുക്കി തന്ന ഈ പിന്നെ മാതൃഭൂമി ന്യൂസും ഇവരെല്ലാവരും കൂടിയാണ് എനിക്ക് ചെയ്തു തന്നത്. അവരോട് വളരെ അധികം നന്ദി. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരുന്നില്ല അത്രയും. കാരണം നമ്മളൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ഇവിടെ പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അത് കഴിക്കുക, പിന്നെ പുറം ജോലികൾ എന്തെങ്കിലും ചെയ്യുക, അടുക്കള ചെയ്യാൻ, വീട്ടിലെ ഈ വീട്ടമ്മയായ എല്ലാ ജോലികളും ചെയ്ത് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന എനിക്ക് പ്രതീക്ഷിക്കാണ്ട് ഒരു ചാൻസ് ഇങ്ങനെ കിട്ടിയത് വളരെ നന്ദി എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ പുറത്തിറങ്ങിയല്ല ഇങ്ങനെയൊന്നും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എനിക്ക് സങ്കടവും വരുന്നുണ്ട്, സന്തോഷവും വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞതിൽ. കാരണം